9ാം ക്ലാസ്സിലെ 2025 ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. എ ബി ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് എഴുതിയാൽ മതി. അജിബ് ഹസബൽ ഇർഷാദാത്ത്, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, അൽ ലോത്തുൽ അറബിയത്തു ഡാഷ്, അറബി ഭാഷ ലോത്തുൽ ലാദ്, അതാണ് പൂരിപ്പിക്കേണ്ടത്. ലാദിൻ്റെ ഭാഷയാണ്. കമ്മിലി നമത്ത, പാറ്റേൺ പൂരിപ്പിക്കണം. ബിൽ മുനാസിബി മിനൽ കൗസൈനി, ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായ വാക്ക് ചേർത്തുകൊണ്ട്. അൽ ഖാദി, ജഡ്ജ്. അൽ മുത്തഹം, പ്രതി. അൽ മുദ്ദഇ, വാദി. ബ്രാക്കറ്റിൽ അൽ മുദരിസ്, അഷാഹിദ്, അത്താജിർ. അഷാഹിദാണ് ശരിയല്ലേ, സാക്ഷി. ഓക്കെ. ഇഖ്തർ മിനൽ ആത്തിയത്തി സത്രൻ യദുല്ലു അല അഹമ്യത്തി സിഹത്ത്, സിഹത്ത് ആരോഗ്യം, ആരോഗ്യത്തിൻ്റെ അഹമ്യത്ത് പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കുന്ന വരി കണ്ടുപിടിക്കണം. 3 വരികൾ കൊടുത്തിട്ടുണ്ട്. ഖുംലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല, അധ്യാപകനെ കുറിച്ചുള്ള വരിയാണ്. അടുത്തത് ലോത്തുൽ ജമാലിക അന്നമ നഫഹത്തുഹ, അത് ഭാഷയെക്കുറിച്ചുള്ള വരിയാണ്. അടുത്തത് ഇദാമാ കുൻത ദാ ജിസ്മിൻ സലീമിൻ, നീ ആരോഗ്യമുള്ള ശരീരമുള്ളവനാണെങ്കിൽ നിന്റെ മനസ്സും ആരോഗ്യമുള്ളതായി തീരും. അതാണ് ആ 3ാമത്തെ വരിയാണ് ആരോഗ്യത്തെക്കുറിച്ച്, ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കുന്ന വരി. അതാണ് ശരി ഉത്തരം. സിൽ ബിൽ മുനാസിബ്, ചേർമ്പടി ചേർക്കുക. ഉഖൈ, ചെറിയ സഹോദരൻ. അഹുൻ സഗീറുൻ, ബുനൈ, ചെറിയ മകൻ. ഇബ്ൻ സഗീറുൻ. ഓക്കെ. അജിബ് അനിൽ അസ്ലത്തിലാത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സഹിഹ് അൽ ജുമല, വാക്യങ്ങൾ ശരിയാക്കണം. ഒന്നാമത്തത്, ഖറഅതു ഖിസ്സത്തൻ സഗീറൻ എന്നാണുള്ളത്. ചെറിയൊരു കഥ ഞാൻ വായിച്ചു. ഖിസ്സത്ത് മുഅന്നസ് ആയതുകൊണ്ട് അതിൻ്റെ നഅത്തായ സഗീറിനെ മുഅന്നസാക്കണം. അപ്പോൾ ഖറഅതു ഖിസ്സത്തൻ സഗീറത്തൻ എന്നാണ് പറയേണ്ടത്. പിന്നെ ഹാദാനി വലദാനി നശീത്തുൻ എന്നാണുള്ളത്. നശീത്വാനിയാണ് പറയേണ്ടത്. ഹാദാനി വലദാനി നശീത്വാനി, ഇവർ ഉന്മേഷവാന്മാരായ 2 ആൺകുട്ടികളാണ്. വലദാനി മുസന്നയാണ്, 2 പേരാണ് അല്ലേ. അതുകൊണ്ട് അതിൻ്റെ നാത്തനെയും മുസന്നയാക്കണം, നശീത്വാനി എന്ന് പറയണം. കമ്മിൽ ബിനാത്തിൻ മുനാസിബിൻ, അനുയോജ്യമായ നാത്ത് വെച്ചുകൊണ്ട് പൂരിപ്പിക്കണം. ഹാദാ കിതാബിൻ ഡേഷ്, ഹാദാ കിതാബിൻ, ഇതൊരു പുസ്തകമാണ്. ഡേഷ് മുഫീദുൻ എന്ന് ചേർക്കാം, ഉപകാരപ്രദമായ. ഹാദാ കിതാബുൻ മുഫീദുൻ, ഇതൊരു ഉപകാരപ്രദമായ പുസ്തകമാണ്. അതേപോലെ ഫീ ബൈത്തി ദജാജത്തുൻ സഗീറത്തുൻ, എൻ്റെ വീട്ടിൽ ചെറിയൊരു കോഴിയുണ്ട്. ലാഹിൽ അസൂറത്ത് ആയത്തലേഖൻ, ചിത്രം നോക്കിയിട്ടൊരു കമൻറ്റ്, ഒരു അടിക്കുറിപ്പ് തയ്യാറാക്കാം ഇതിന്. ലാ തഹദിർ അൽമാ, വെള്ളം പാഴാക്കരുത് എന്നെഴുതാം. പിന്നെ ആയിദ്ദ ബലാഗൻ, ഒരു അനൗൺസ്മെന്റ് തയ്യാറാക്കണം. ലി വസൂലി തുല്ലാബി, വിദ്യാർത്ഥികൾ എത്തിച്ചേരാൻ വേണ്ടി. ഇലാ കായത്തിൽ മദ്രസത്തി, സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ഹാളിൽ. ലി ഹഫ്ലത്ത് ഇഫ്തിതാഹി നാദി അൽ അറബിയത്തി, അറബി ക്ലബിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഹാളിൽ എത്തിച്ചേരാൻ വേണ്ടി വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു അനൗൺസ്മെന്റ് തയ്യാറാക്കണം. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. ഉദാഹരണത്തിന് എന്താണുള്ളത്? യുർജ മിനൽ മുഷാരിക്കീന, പങ്കെടുക്കുന്നവർ. ഫി മുസാബക്കത്തിൽ ഖുതുബത്തി, പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ. അൽ ഹുലൂർ, യുർജ അൽ ഹുലൂർ, എത്തിച്ചേരുക. എവിടെ? ഫി ബാഹത്തിൽ മദ്രസ, സ്കൂൾ മുറ്റത്ത് എത്തിച്ചേരുക. അതേപോലെയാണ് തയ്യാറാക്കേണ്ടത്. അതെങ്ങനെ തയ്യാറാക്കാം? യുർജ മിനൽ മുഷാരിക്കീന എന്ന് മാറ്റിയിട്ട് യുർജ മിനത്തുല്ലാബി എന്ന് വെക്കുക. വിദ്യാർത്ഥികൾ യുർജ അൽ ഹുലൂർ, അപ്പോൾ യുർജ മിനത്തുല്ലാബി അൽ ഹുലൂറു, വിദ്യാർത്ഥികൾ എത്തിച്ചേരുക. എവിടെ? ഫി ഖായത്തിൽ മദ്രസത്തി, സ്കൂൾ ഹാളിൽ. എന്തിനു വേണ്ടി? ലിൽ മുഷാറക്കത്തി ഫിഫ്തിതാഹി നാദി അൽ അറബിയത്തി, അറബി ക്ലബ്ബ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ സ്കൂൾ ഹാളിൽ എത്തിച്ചേരുക. മാ മഫ്ഹൂമുൽ ഇമോജി അല്ലാത്തി, താഴെ ഈ ഇമോജിയുടെ ഉദ്ദേശം എന്താണ്? അസാദത്ത്, സന്തോഷം അല്ലേ, സന്തോഷം. അല്ലെങ്കിൽ സുറൂർ അല്ലെങ്കിൽ അൽ ഫറഹ്, അങ്ങനെയൊക്കെ എഴുതാം, സന്തോഷം. അജിബ് അനിലാത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കമ്മിൽ ബിസിയത്തിൽ ജം വെച്ചുകൊണ്ട് പൂരിപ്പിക്കണം. ലൈബൽ വലത് ബിൽ കുറത്തി, കുട്ടി ബോൾ കൊണ്ട് കളിച്ചു. അതെങ്ങനെയാക്കണം? അടിവരട്ടതിൻ്റെ ജമ്മ്, വലതിൻ്റെ ജമ്മ് ഔലാദാണ്. അപ്പോൾ ലൈബൽ ഔലാദ് ബിൽ കുറത്തി, ഒരു പണിയുമില്ല, വലത് മാറ്റിയിട്ട് ഔലാദ് വെച്ചാൽ മതി. പിന്നെ ഹലറത്തിൽ മുദരിസത്തു ഇലൽ ഖാത്തി, അധ്യാപിക ഹാളിൽ എത്തി, ഹാളിൽ വന്നു, ഹാജരായി. അപ്പോൾ മുദരിസത്തിന്റെ ജമ അൽ മുദരിസാത്ത് എന്നാണ്. ഹലറത്തിൽ മുദരിസാത്തു ഇലൽ ഖാത്തി. പിന്നെ കതബൽ അദീബു മക്കാലത്തൻ, സാഹിത്യകാരൻ ഒരു ലേഖനം എഴുതി.
അദീബിന്റെ ജമ ഉദബാ ഉ. കതബൽ ഉദബാ ഉ മഖാലത്തൻ. സാഹിത്യകാരന്മാർ ലേഖനം എഴുതി. ഇനി ആയിദ മുൽസഖൻ, ഒരു പോസ്റ്റർ തയ്യാറാക്കാം. ബി മുനാസബത്ത് യൗമിൽ ബിഅ, പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. പരിസ്ഥിതി ദിനം എന്നൊക്കെ വെച്ചുകൊണ്ട് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചിത്രമൊക്കെ വരച്ച് അത്യാവശ്യം നല്ല രൂപത്തിൽ എഴുതുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ. പരിസ്ഥിതി സംരക്ഷിക്കുക, മലിനമാക്കാതിരിക്കുക, അത് ലാ തുലബിസു അൽ ബിഅത്ത, ലാ തുലബിസു ലൻഹാറ, പിന്നെ ലാ തർമി അൻ നുഫായാത്ത് ഫിൽ അൻഹാർ, അങ്ങനെയുള്ള എന്തെങ്കിലും വാചകങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പിന്നെ റത്തിബിൽ കലിമാത്തി ഹത്താ തസ്സീറ ജുംല, ഇത് ഓർഡറിലാക്കണം. ജാലിസൻ, ഇരുന്നു കൊണ്ട്. അൽ വലത്, കുട്ടി. ശരിബ, കുടിച്ചു. അല്ലബന, പാല്. കുട്ടി ഇരുന്നു കൊണ്ട് പാല് കുടിച്ചു എന്നാണ് പറയേണ്ടത്. ശരിബൽ വലതു അല്ലബന ജാലിസൻ, കുട്ടി ഇരുന്നു കൊണ്ട് പാല് കുടിച്ചു. അൻ മുംകിൻ ഹുന തജ്ലിസ്, നിനക്കിവിടെ ഇരിക്കാം. മുംകിൻ അൻ തജ്ലിസ ഹുന, നിനക്കിവിടെ ഇരിക്കാം. റിയാലത്ത് ഇഫ്തതഹ, ഉദ്ഘാടനം ചെയ്തു. റിയാലത്ത് സ്പോർട്സ്. അൽ ഹഫ്ലത്ത് യോഗം. വസീർ മന്ത്രി. ഇഫ്തതഹ വസീറു ജിയാലത്തി അൽ ഹഫ്ലത്ത, സ്പോർട്സ് മന്ത്രി യോഗം ഉദ്ഘാടനം ചെയ്തു. ഇഖ്റ തക്രീറ വകമ്മിൽ അൽ ബർനാമിജ, ഈ പാരഗ്രാഫ്, ഈ റിപ്പോർട്ട്, ഇതൊരു പത്ര റിപ്പോർട്ടാണ്. റിപ്പോർട്ട് വായിച്ചുകൊണ്ട് താഴെയുള്ള പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കണം. വായിച്ചു നോക്കാം. കാസർഗോഡ്. ഇൻതഹ അൽ മെഹ്റജാൻ അൽ ഫന്നി, കലാമേള കഴിഞ്ഞു. ഫിൽ മദ്രസത്തി സാനവിയത്തിൽ ഹുക്കൂമിയത്തി ബി കാസർഗോഡ്, കാസർഗോഡ് ഗവൺമെന്റ് സ്കൂളിൽ കലാമേള അവസാനിച്ചു. ഇഫ്തതഹ വസീറു തർബിയത്തി ഹഫ്ലത്തുൽ ഖിതാം, സമാപന സമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. റഅസ ഉളുവുൽ ബർലമാനി അൽ ഹഫ്ലത്ത, MP മെമ്പർ ഓഫ് പാർലമെന്റ് എന്ത് ചെയ്തു? യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. റഅസ മീൻസ് അധ്യക്ഷത വഹിച്ചു. ഖാമ ഉളുവുൽ മജ്ലിസ് തശ്രീഇ ബി തൗസീഇൽ ജവായിസ്, MLA മെഡലുകൾ വിതരണം ചെയ്തു. ഖാമ ബി തൗസീഇ, വിതരണം ചെയ്തു. അൽ ജവായിസ്, സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. റഹബ നാദിറുൽ മദ്രസത്തി അൽ ഹഫ്ലത്ത, സ്കൂൾ ഹെഡ് മാസ്റ്റർ യോഗത്തിൽ സ്വാഗതം പറഞ്ഞു. റഹബ. വഖാമ അരീഫുൽ മദ്രസത്തി ബി ഖത്തി ശുക്രി, സ്കൂൾ ലീഡർ നന്ദി രേഖപ്പെടുത്തി. അപ്പോൾ ഇനി പ്രോഗ്രാം നോട്ടീസ് എങ്ങനെ തയ്യാറാക്കാം? അത്തറഹീബ്, സ്വാഗതം. ആരായിരുന്നു? നാദിറുൽ മദ്രസ, അതവിടെ എഴുതുക. പിന്നെ ഉളുവുൽ ബർലമാൻ, MP. ഉളുവുൽ ബർലമാൻ എന്താ ചെയ്തത്? അധ്യക്ഷത വഹിച്ചു അല്ലേ? അപ്പോൾ അധ്യക്ഷത എന്നാണ് എഴുതേണ്ടത്. അതിന് അരിആസത്ത് എന്ന് പറയും. അരിആസത്ത് എന്ന് എഴുതുക. പിന്നെ അൽ-ഇഫ്തിതാഹ്, ഉദ്ഘാടനം. ആരാണ്? വസീർ തർബിയത്ത്, വിദ്യാഭ്യാസ മന്ത്രി. പിന്നെ ഉളുവുൽ മജ്ലിസ് തശ്രീഇ, MLA എന്താ ചെയ്തത്? MLA ചെയ്തത് പിന്നെ മെഡൽ വിതരണം, സമ്മാനദാനം അല്ലേ? തൗസീഉൽ ജവായിസ്, സമ്മാനം വിതരണം ചെയ്യൽ. പിന്നെ കലിമത്ത് ശുക്ർ എന്ന് എഴുതാം, നന്ദി പ്രസംഗം. ആരാ നടത്തിയത്? അരീഫുൽ മദ്രസ, സ്കൂൾ ലീഡർ. അടുത്ത തർജിമില ലുഗത്തിക, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. നുഹിബുൽ അംന വസ്സലാമ, നമ്മൾ സമാധാനവും സുരക്ഷിതത്വവും ഇഷ്ടപ്പെടുന്നു. 2, അൽ വിഖായത്തു ഖൈറും മിനൽ ഇലാജി, പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത്. ഇഹ്ഫൽ അലാ മവാരിദിൽ മിയാഹി, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക. ഇനി തജ്രി ഫി മദ്രസത്തിക, നിന്റെ സ്കൂളിൽ നടക്കുന്നു. മസീറത്തുൻ, ഒരു റാലി. ബി മുനാസബത്തി യോമി ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു റാലി നടക്കുകയാണ്. അഇദ്ദ സലാസ ഹുതാഫാത്തിൻ ളിദ്ദൽ ഹർബ്, യുദ്ധത്തിനെതിരെ 3 മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കുക. ലാ ലിൽ ഹർബ്, ഒന്നങ്ങനെ എഴുതാം. നോ ടു വാർ, യുദ്ധം വേണ്ട. പിന്നെ അൽ ഹർബു കാരിസത്തുൻ ലിൽ ഇൻസാൻ, യുദ്ധം മനുഷ്യന് ദുരന്തമാണ് എന്നെഴുതാം. അൽ ഹർബു കാരിസത്തുൻ ലിദ്ദുവലി, യുദ്ധം രാഷ്ട്രങ്ങൾക്ക് മേലുണ്ടാകുന്ന ദുരന്തമാണ് എന്നെഴുതാം. പിന്നെന്തെഴുതാം? നെഹ്താജു അസ്സലാമ, നമുക്ക് സമാധാനമാണ് വേണ്ടത്. ലാ നെഹ്താജുൽ ഹർബ്, യുദ്ധം ആവശ്യമില്ല. അങ്ങനെ അതൊക്കെ ഓരോന്നോരോന്നാണ്, ഒരുപാട് എഴുതാൻ പറ്റും. പിന്നെ ലഖിയ ഹാഷിം കണ്ടുമുട്ടി സദീഖഹു രാജു, തൻ്റെ കൂട്ടുകാരനായ രാജുവിനെ. ഫിൽ മെഹ്റജാനിൽ ഫന്നിയിൽ അറബിക് കലാമേളയിൽ. കമ്മിൽ അൽ ഹിവാറ ബൈനഹുമ, അവർക്കിടയിൽ നടന്ന ഹിവാർ പൂരിപ്പിക്കണം. ഹാഷിം അഹ്ലൻ യാ രാജു, അഹ്ലൻ വസഹലൻ. ഹാഷിം ഡാഷ്,
എന്ത് ചോദിക്കുന്നു എന്ന് മനസ്സിലാകാൻ രാജു എന്താണ് മറുപടി പറയുന്നത് എന്ന് നോക്കിയാൽ മതി. രാജു പറയുന്ന അന ബിഖൈർ, സുഖം തന്നെ. അപ്പോൾ ഹാഷിം ചോദിച്ചിട്ടുണ്ടാവുക കൈഫൽ ഹാൽ, എന്തൊക്കെയുണ്ട്? അന ബിഖൈർ. അയിന തദ്റുസുല്ലാൻ രാജു, നീ ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നത്? അപ്പോൾ ഒരു സ്കൂളിന്റെ പേര് എഴുതുക. ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ, ഗവൺമെന്റ് സ്കൂളിൽ. പിന്നെ എന്തോന്ന് ചോദിക്കുന്നുണ്ട് ഹാഷിം. അത് എന്താണെന്ന് മനസ്സിലാകാൻ രാജു എന്താണ് ഉത്തരം പറയുന്നത് എന്ന് നോക്കുക. ഉഷാരിക്ക് ഫി മുസാബക്കത്തിൽ ഇൻഷാദിൽ അറബി, ഞാൻ അറബി ഗാന മത്സരത്തിലാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ നീ ഏത് മത്സരത്തിലാണ് പങ്കെടുക്കുന്നത് എന്നാണ് ചോദിക്കേണ്ടത്. അതെങ്ങനെ ചോദിക്കാം? ഫി ഐ മുസാബക്കത്തിൻ തുഷാരിക്കു, അത് താഴെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ മുഴുവൻ വായിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഉത്തരങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഫി ഐ മുസാബക്കത്തിൻ തുഷാരിക്കു എന്ന് എഴുതുക. അപ്പോൾ രാജു ഉഷാരിക്ക് ഫി മുസാബക്കത്തിൽ ഇൻഷാദിൽ അറബി. അപ്പോൾ ഹാഷിം അത്തമന്നലക നജാഹ്, നിനക്ക് ഞാൻ വിജയം നേരുന്നു. രാജു ശുക്രൻ, താങ്ക് യു. ഫി ഐ മുസാബക്കത്തിൻ തുഷാരിക്കു, നീ ഏത് മത്സരത്തിലാണ് പങ്കെടുക്കുന്നത്? ഉഷാരിക്ക് ഫി മുസാബക്കത്തിൽ ഖുത്ബ, ഫിൽ ഖുത്ബത്തിൽ അറബിയ, അങ്ങനെ ഞാൻ അറബിക് പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നു. രാജു ശുക്രൻ, ഹാഷിം അഫ്വൻ. ഓക്കെ. യസൂറു ലായിബ് ഷഹീറു, ക്രിസ്ത്യാനോ റൊണാൾഡോ, പ്രശസ്ത കളിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ സന്ദർശിക്കുന്നു കേരളം സന്ദർശിക്കുകയാണ്. ആയിദ അസ്ഇലത്തൻ ലിൽ മുഖാബിലത്തി മാഹു, അദ്ദേഹവുമായിട്ടുള്ള ഇന്റർവ്യൂവിന് വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കാം. ബിസ്ത്യാനത്തി നിഖാത്തിലാത്തിയ, താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടെ. അൽ വിലാദത്തു ജനനം, അൽ ഉസ്റത്തു കുടുംബം, അദ്ദിറാസത്ത് പഠനം, അൽ ഇൻജാസാത്ത് നേട്ടങ്ങൾ, അൽ ജവായിസ് മെഡലുകൾ സമ്മാനങ്ങൾ. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യാവലി തയ്യാറാക്കാം. അതായത് കുറെ ചോദ്യങ്ങൾ മാത്രം തയ്യാറാക്കിയാൽ മതി, ഉത്തരം വേണ്ടതില്ല. ഉത്തരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇങ്ങോട്ട് പറയേണ്ടതാണ് അല്ലേ? ചോദ്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ വിലാദത്തിനെ കുറിച്ച് ആദ്യം ചോദിക്കാം. 1. അയിന ഉലിത്ത, താങ്കൾ എവിടെയാണ് ജനിച്ചത് എന്ന് ചോദിക്കാം. പിന്നെ കുടുംബത്തിനെ കുറിച്ച് എന്ത് ചോദിക്കാം? മൻഫി ഉസ്രത്തിക്ക, താങ്കളുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? ദിറാസത്തു, അയിന കാനത്ത് ദിറാസത്തുക്ക, താങ്കളുടെ പഠനം എവിടെയായിരുന്നു? അൽ ഇൻജാസാത്ത്, മാഹിയ ഇൻജാസാത്തുക്ക, താങ്കളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അൽ ജവായിസ്, സമ്മാനങ്ങൾ അവാർഡുകൾ. മാഹിയൽ ജവായിസുൽ മുഹിമ്മ അല്ലത്തി നിൽത്ത അലൈഹ, താങ്കൾ നേടിയ പ്രധാനപ്പെട്ട അവാർഡുകൾ മെഡലുകൾ ഏതൊക്കെയാണ്? അങ്ങനെ ചോദിക്കാം. അജിബ് അനിലാത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അഇദ്ദ തർജമത്തെ ഷായരി മഹ്മൂദ് ദർവേഷിന്റെ ഷായർ കവിയായ മഹ്മൂദ് ദർവേഷിന്റെ തർജമ ജീവചരിത്രം തയ്യാറാക്കാം. ബിസ്ത്യാനത്തിൽ നിഖാത്തിലാത്തിയ, താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടെ. എന്തൊക്കെയാണ് പോയിന്റുകൾ? ഫിലസ്തീനിയൻ, ഫിലസ്തീൻകാരനാണ്. ആമുൽ വിലാദത്ത്, ജനന വർഷം. ആമുൽ വഫാത്ത്, മരണവർഷം. അൽ വിലാദത്ത് ഫി ഖറിയത്തി ബിർവ എന്ന ഗ്രാമത്തിൽ ജനനം. അൽ മുഅല്ലഫാത്ത്, അദ്ദേഹത്തിന്റെ രചനകൾ. പിന്നെ അൽ അഷാറുൽ വത്തനിയ അൽ ഖൗമിയ, ദേശീയ സാമൂഹിക കവിതകൾ. ഓക്കെ, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു ഇദ്ദേഹത്തെക്കുറിച്ച് ജീവചരിത്രം തയ്യാറാക്കാമെന്ന് നോക്കാം. മഹ്മൂദ് ദർവേഷ് ഷാഇറുൻ അറബിയുൻ മഷ്ഹൂറുൻ, മഹ്മൂദ് ദർവേഷ് പ്രശസ്തനായ ഒരു അറബി കവിയാണ്. വുലിദ ഫി ഖറിയത്തിൽ ബിർവ എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. ബിർവ എന്നതിന് അലിഫ്ലാം ഇല്ലെങ്കിൽ അലിഫ്ലാം ഇല്ലാതെ തന്നെ എഴുതണം. ബി ഫലസ്തീനിലെ ബിർവയിൽ ജനിച്ചു. സന വാഹിദും അർബഅീന മീലാദിയ, 1941. അല്ലഫ അദീദ മിനൽ അശാർ, ധാരാളം കവിതകൾ അദ്ദേഹം രചിച്ചു. എങ്ങനെയുള്ള കവിതകൾ? അൽ വത്തനീയത്തി വൽ ഖൗമിയത്തി, ദേശീയമായതും സാമൂഹികമായതുമായ ധാരാളം കവിതകൾ അദ്ദേഹം രചിച്ചു. മിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിന്റെ രചനകളിൽപ്പെട്ടതാണ് അസാഫീറു ബിലാ അജ്നിഹ എന്നതും, പിന്നെ ഒഹിബുക്ക വല ഒഹിബുക്ക എന്ന കവിതയും അദ്ദേഹത്തിന്റെ രചനയിൽപ്പെട്ടതാണ്. തൂഫി, അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ 2008. ഓക്കെ, ഇനി ഇഖ്റയിൽ ഫിഖ്റത്ത, ഈ പാരഗ്രാഫ് വായിച്ചു നോക്കുക. വാജിബാനിൽ അസിലത്തിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അസ്സിഹത്തു നിഅമത്തുൻ അളീമത്തുൻ മിനല്ലാഹി തആല, ആരോഗ്യം അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ്. വഹിയ അസാസു സഅദത്തി, ആരോഗ്യം സന്തോഷത്തിന്റെ അടിത്തറയാണ്. ഫഅലൈന, അതുകൊണ്ട് നമ്മുടെ മേൽ നിർബന്ധമാണ്. അൻ നുഹാഫിള അലാ സിഹത്തിന, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കൽ. ബി തനാവുലി തആമി സിഹി, ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചുകൊണ്ട്. മുമാറസത്ത് റിയാദാത്തിൽ ബദനിയത്തി, ശാരീരിക വ്യായാമം ചെയ്തുകൊണ്ട്. വകദാലിക, അതേപോലെ യജിബു അലൈന, നമ്മുടെ മേൽ നിർബന്ധമാണ്. അൽ ഇബ്തിആദു അനിൽ ആദാത്തി സയ്യിഅത്തി, മോശമായ ശീലങ്ങളിൽ നിന്നും അകന്നു നിൽക്കൽ.
മിസ്ല തദ്ഖീൻ പുകവലി പോലെ, വ തനാവുലിൽ മുഹദ്ദിറാത്ത് നാർക്കോട്ടിക്സിന്റെ ഉപയോഗം പോലെ, വ സഹരി തൊവീൽ ദീർഘമായ ഉറക്കം പോലെ. ഫറജുലു സഹീഹു ആരോഗ്യവാനായ വ്യക്തി, ഫി ജിസ്മിഹി ശരീരത്തിൽ ആരോഗ്യമുള്ള വ്യക്തി, നഷീത്തുൻ ഫി അമലിഹി വ അഖ്ലിഹി തൻ്റെ മാനസികമായിട്ടും പിന്നെ പ്രവർത്തന മേഖലയിലും ഉത്സാഹമുള്ളവനായിരിക്കും. ഇനി ചോദ്യങ്ങൾ. മാഹു അസാസു സഹാദത്തി എന്താണ് സൗഭാഗ്യത്തിന്റെ സന്തോഷത്തിന്റെ അടിത്തറ? അസ്വിഹത്താണ് അല്ലെ. അസ്വിഹത്തു അസാസു സഹാദത്തി എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ആരോഗ്യമാണ് സഹാദത്തിന്റെ അടിത്തറ. 2. കൈഫ നുഹാഫിദു അലാ സിഹത്തിന നമ്മൾ എങ്ങനെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കും? അത് അതേപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ നുഹാഫിദു മുതൽ എഴുതുക. നുഹാഫിദു അലാ സിഹത്തിന നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കും ബി തനാവുലി ത്വാമി സഹീ വ മുമാറസത്തി റിയാദാത്തിൽ ബദനിയത്തി അങ്ങനെ എഴുതുക. 3. മാഹിയൽ ആദാത്തു സയ്യിഅ മോശമായ ശീലങ്ങൾ എന്തൊക്കെയാണ്? അത്തദ്ഖീനു വ തനാവുലുൽ മുഖദ്ദിറാത്ത് ലഹരി മരുന്നുകളുടെ മയക്കുമരുന്നുകളുടെ ഉപയോഗം, വസ്സഹറു തൊവീലു ദീർഘമായ ഉറക്കം. ഇതൊക്കെ മോശമായ ശീലങ്ങളാണ്. ഉക്തുബു ഉൻവാനൻ ലിഹാദിഹിൽ ഫിക്ര ഈ പാരഗ്രാഫിന് ഒരു ടൈറ്റിൽ എഴുതുക, ഒരു ഹെഡിങ്. അസ്വിഹത്തു എന്ന് എഴുതാം, അല്ലെങ്കിൽ അസ്വിഹത്തു നിഅമത്തുൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ അൽ മുഹാഫളത്തു അല സിഹത്തി ആരോഗ്യ സംരക്ഷണം എന്ന് എഴുതാം. അങ്ങനെ എന്ത് ഹെഡിങ് വേണമെങ്കിലും എഴുതാം. ഐദ ഹുതുബത്ത തഹ്നിയത്തി ഒരു അനുമോദന പ്രസംഗം തയ്യാറാക്കാം. ലി തക്രീമി മുസാരിൻ ഒരു കർഷകനെ ആദരിച്ചുകൊണ്ടുള്ള അനുമോദന പ്രസംഗം. ഏത് കർഷകനാണ്? ഹസലാല ജായിസത്തി കർഷകശ്രീ അവാർഡ് നേടിയ കർഷകനെ അനുമോദിച്ചുകൊണ്ടൊരു പ്രസംഗം തയ്യാറാക്കാം. ബി മുസാദത്തിൻ നിഖാദിലാത്തിയ താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടെ. പോയിന്റുകൾ നോക്കാം. തഹ്നിയത്തുൻ ഹാറ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ. ഫഹ്റുൻ അഭിമാനം. ബാലിഉ സുറൂർ അങ്ങേയറ്റം സന്തോഷം. നാത്തസു നമ്മൾ അഭിമാനിക്കുന്നു. മിസാലിയുൻ മാതൃകയായ. ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു പ്രസംഗം തയ്യാറാക്കാമെന്ന് നോക്കാം. അയ്യുഹൽ ഐസ പ്രിയപ്പെട്ടവരെ, ഇജിത്തമഅന നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ലി തക്രീമിൽ മുസാരി റാഷിദ് കർഷകനായ റാഷിദിനെ ആദരിക്കാൻ വേണ്ടി. മുസാരിനൊരു പേര് നമുക്ക് വെച്ചു കൊടുക്കാം. ഓക്കെ, റാഷിദ് ആരാണ്? അല്ലദീന ആല ജായിസത്തി കർഷകശ്രീ അവാർഡ് നേടിയ റാഷിദിനെ ആദരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹുവ മുസാരിയുൻ മിസാലിയുൻ അദ്ദേഹം മാതൃകയായ കർഷകനാണ്. വൽ ആൻ ഇപ്പോൾ സ്വാറ ഫഖറൻ ലി ഖറിയത്തിന നമ്മുടെ ഗ്രാമത്തിന്റെ അഭിമാനമായി തീർന്നിരിക്കുന്നു അവൻ. നാതസ് ബിഹി നമ്മൾ അവനെ കൊണ്ട് അഭിമാനിക്കുന്നു. അതഖദ്ദമു ലഹു ബി തഹ്നിയത്തിൻ ഹാറത്തിൻ ഞാൻ അദ്ദേഹത്തിന് ഊഷ്മളമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ബാലിഗ സുറൂർ അങ്ങേയറ്റം സന്തോഷത്തോടെ. അഖ്തതിമു കലാമി ഹാദ എന്നോടെ വെച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇനി ഇഖ്റ തർജമത വ അബി അൽ ബയാനത്തി ഷഖ്സിയ ഈ ജീവചരിത്രം വായിച്ച് നോക്കിയിട്ട് താഴെയുള്ള ബയാനത്തു ഷഖ്സിയ ബയോഡാറ്റ പൂരിപ്പിക്കാം. ഉലിദൽ ആലിമുൽ മഷ്ഹൂർ അഷേഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂം പ്രശസ്ത പണ്ഡിതൻ സൈനുദ്ദീൻ അൽ മഖ്ദൂം ജനിച്ചു 1532 ഫി ചോമ്പാലിൽ. ഇസ്മു വാലിദിഹി അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മുഹമ്മദുൽ ഗസാലി എന്നാണ്. വമിൻ മുഅല്ലഫാത്തിഹി അൽ മഷ്ഹൂർ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രചനകളിൽപ്പെട്ടതാണ് ഫതഹുൽ മുഈൻ വ തുഹഫത്തുൽ മുജാഹിദീൻ എന്നിവ. വ ഇർഷാദുൽ ഇബാദ് അതും ആ 3 രചനകൾ. പിന്നെ തൂഫി അദ്ദേഹം മരണപ്പെട്ടു എപ്പോൾ? 583. ഇനി അൽ ഇസ്മുൽ കാമിൽ എന്നിടത്ത് സൈനുദ്ദീൻ അൽ മഖ്ദൂം എന്ന് എഴുതുക ഫുൾ നെയിം. ഇസ്മുൽ വാലിദ് മുഹമ്മദ് അൽ ഗസാലി എന്ന് എഴുതുക. ഈ 532 എന്നുള്ളിടത്ത് എന്ത് എഴുതണം? ജനിച്ച വർഷമാണ് അതല്ലേ. അപ്പോൾ ആമുൽ മീലാദ് ജനന വർഷം. പിന്നെ മക്കാനുൽ മീലാദ് ജനന സ്ഥലം അതെവിടെയാണ്? ഷോമ്പാൽ എന്ന് എഴുതുക. അൽ മുഅല്ലഫാത്ത് രചനകൾ ആ 3 രചനകളുടെ പേര് എഴുതുക. പിന്നെ ഇവിടെ എന്ത് എഴുതണം? ആമുൽ വഫാത്ത് മരണ വർഷം അത് എഴുതുക 1583 എന്ന് എഴുതുക. ഓക്കെ.